ഹലോ ഫ്രണ്ട്സ്, മെൻ ഡൈനാമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ 10 മണിക്ക് എണീക്കുന്നത് തന്നെ എനിക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മൊബൈൽ ഞാൻ രാവിലെ തൊട്ടേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു ഉന്മേഷമില്ല രാവിലെ. അതുകൊണ്ട് എനിക്ക് ആ ദിവസത്തെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് മാറണമെന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യല്. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 5 മോർണിംഗ് റൊട്ടീൻസിനെ കുറിച്ചാണ്. ഇത് എനിക്ക് വായി തോന്നുമല്ലോ ഞാൻ പറയല്ല. ഇതിനെക്കുറിച്ച് ഞാൻ ശരിക്കും അന്വേഷിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയുക. അതുകൊണ്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഇത് അവസാനം വരെ കാണുക. ഞാൻ ഒന്നാമത് പറയാൻ പോകുന്നതായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും, പ്രത്യേകിച്ച് 9 മണി കഴിഞ്ഞ് എണീക്കുന്നവർക്ക്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 6 മണിയെങ്കിലും ആകുമ്പോൾ മിനിമം എണീക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇപ്പം ഒറ്റയടിക്ക് നമുക്ക് 9 മണിയിൽ നിന്ന് 6 മണിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് നിങ്ങൾ 9 മണിക്ക് എണീറ്റ്, നാളെ നിങ്ങൾ 8:30ക്ക് എണീക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 8 മണിക്ക് എണീക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 7:30ക്ക് എണീക്കണം. അങ്ങനെ കുറച്ച് ഒരു 6 മണി 5:30 വരെ ആക്കണം. അതല്ല പ്രശ്നം. നിങ്ങളെങ്ങനെ എണീക്കുന്ന അലാറം വെച്ച് നിങ്ങൾ വലിയ തലേദിവസം അലാറം ഒക്കെ വെച്ച് റെഡിയായി പിറ്റേ ദിവസം അലാറം അടിക്കുമ്പോൾ നൈസായിട്ട് ഒന്നേ സ്നൂസ് ചെയ്യും, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്ത് കിടന്നുറങ്ങും. അങ്ങനെ ആയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കുഴപ്പമില്ല. ഞാൻ 2 ട്രിക്ക് പറഞ്ഞുതരാം. ഒന്നാമത്, നമ്മൾ ഈ അലാറം എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അടുത്തായിരിക്കും കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മൾ പിറ്റേ ദിവസം അടിക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. അതൊരു ഹ്യൂമൻ നേച്ചറാണ്. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഈ മൊബൈൽ കുറച്ച് മാറ്റി വെക്കണം. ഇപ്പോൾ ഒരു മുറിയുടെ നമ്മൾ അങ്ങേ അറ്റത്ത് അടക്കുന്നെങ്കിൽ ഇങ്ങേ അറ്റത്ത് മൊബൈൽ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ ചെയ്തുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ മൊബൈൽ എടുക്കാൻ ഇവിടെ വരെ വന്നിട്ട് പിന്നെ തിരിച്ചു പോയി കിടക്കാനുള്ള ചാൻസ് കുറവാണെന്ന് എല്ലാവരും പറയും. ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രിക്കുണ്ട്. ഇപ്പം നമ്മൾ ഒരലാറല്ലേ ഒക്കത്തുള്ളൂ. ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 6 മണിക്ക് എണീക്കണമെങ്കിൽ 5:45 ഒരു അലാറം വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 5:50 ഒരു അലാറം വെക്കണം. പിന്നെ 5:55 ഒരു അലാറം വെക്കണം. പിന്നെ 6 മണിക്ക് ഒരു അലാറം വെക്കണം. ഇങ്ങനെ 4 അലാറം വെക്കുമ്പോൾ ഇപ്പോൾ 5:45 അലാറം അടിച്ചു, അപ്പോഴേ നമ്മൾ ഉണർന്ന് പിന്നെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ പിന്നെ അടുത്ത അലാറം അടിക്കും, പിന്നെ കിടന്നുറങ്ങുമ്പോൾ അടുത്ത അലാറം അടിക്കും. അങ്ങനെ നമ്മൾ അവസാനം സഹിയിട്ട് നമ്മൾ എണീക്കും. ഇത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രിക്കാണ് എൻ്റെ ഒരു അഭിപ്രായം വെച്ച്. കാരണം ഇത് എനിക്ക് ഏറ്റവും വർക്കായ ഒരു ട്രിക്കാണ് ഇത്. അപ്പം നമ്മൾ എണീറ്റു, പിന്നെ കിടക്കാൻ അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബെഡ് ഒന്ന് റെഡിയാക്കി ചെയ്യണം. ബെഡ് റെഡിയാക്കിയിടെന്ന് വെച്ചാൽ നമ്മൾ കിടന്ന് വിരിയില്ലേ, അതെല്ലാം ഒന്ന് കുടഞ്ഞ് വിരിച്ച് നമ്മൾ പുതച്ച പുതപ്പൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി നീറ്റാക്കി വെക്കണം. ഇങ്ങനെ വെച്ചുള്ള പ്രയോജനം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരുവല്ലേ ഉള്ളെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ചെറിയ ഡിഫറൻസ് വലിയ വലിയ മാറ്റം കാരണമെന്നല്ലേ പറയുന്നത്. നമ്മൾ ഈ ബെഡെല്ലാം റെഡിയാക്കി നീറ്റായിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ. അത് മാത്രമല്ല, ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും. നമ്മുടെ ഈ ദിവസത്തെ ആദ്യത്തെ ടാസ്ക് അത് ചെറുതായാലും നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസ് നമ്മളെ ആ ദിവസത്തെ നമുക്ക് ഉടനീളമുള്ള ജോലികളില്ലേ അതെല്ലാം ചെയ്യാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുമെന്ന് പറയും. അപ്പോൾ ഇത് ചെറിയൊരു ടാസ്ക് ആണെങ്കിലും അത് വിട്ടുകളയാൻ പറ്റത്തില്ല. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബെഡെല്ലാം റെഡിയായി. പക്ഷെ ഈ സമയം നിങ്ങൾ ഒരു കാരണവശാലും മൊബൈൽ യൂസ് ചെയ്യരുത്. എന്നാൽ പിന്നെ നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഈ സമയം മൊബൈൽ ഉപയോഗിക്കാതെ നിങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് നിങ്ങളുടെ ബോഡി അപ്പോൾ ഒന്ന് റീഹൈഡ്രേറ്റ് ആകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓടാൻ പോകണം. നമ്മളിപ്പോൾ ഓടാൻ പോകുമ്പോൾ എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. അത് നമുക്ക് സന്തോഷമൊക്കെ വരുമ്പോൾ റിലീസ് ആവുന്ന ഹോർമോൺ. അതിൻ്റെ പ്രൊഡക്ഷൻ വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റം ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്താൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന്, മസിൽ ഗ്രോത്ത്, നമ്മൾ നല്ല രീതിയിൽ സ്ട്രെങ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കുന്ന ഞങ്ങളിപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റുമെന്നായിരിക്കും അറിയും. അതല്ലേ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ഒരാഴ്ച നമ്മൾ 4 ദിവസം ഓടാൻ പോവുക, 3 ദിവസം വർക്കൗട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യുക, നാളെ ഓടാൻ പോകും, അതിൻ്റെ നാളെ വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ഏറ്റവും ബെനിഫിറ്റ്. ഇപ്പോൾ നിങ്ങൾ ഇത്ര ഓടി ക്ഷീണിച്ച് വേർത്ത് കുളിച്ച് വരുമ്പോൾ ഒന്ന് ഫ്രഷ് ആവണ്ടേ. പക്ഷെ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് യാതൊരു കാര്യമില്ല, തണുത്തുള്ളത്തിൽ തന്നെ കുളിക്കണം. ഇപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ പൂച്ച വെള്ളത്തിൽ വീണ പോലൊക്കെ ഇരിക്കും, പക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കണം. പക്ഷെ ഞാൻ നിങ്ങളോട് ഈ തണുത്തുള്ളത്തിൽ തന്നെ കുളിക്കണം എന്താ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ രാവിലെ തണുത്തുള്ളത്തിൽ കുളിച്ചാൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. അതുകൊണ്ട് ഓക്സിജൻ സപ്ലൈ നമ്മുടെ ബോഡി ഫുള്ള് നല്ല രീതിയിൽ തന്നെ നടക്കും. അതുകൊണ്ട് നമ്മുടെ എനർജി നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ആകും. അപ്പോൾ എനർജി ബൂസ്റ്റ് ആകുമ്പോൾ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഫുള്ള് നമ്മൾ
ആ ദിവസത്തേന് റെഡിയായി. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വലിയ വർക്കോ അല്ലെങ്കിൽ ഒട്ടും തലയിൽ കയറാത്ത സബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് വന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഫോക്കസ് കിട്ടും. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഗ്യാരണ്ടി ഉറപ്പാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അല്ലാതെ 1-2 ദിവസം ചെയ്തിട്ട് കാര്യമില്ല. മിനിമം ഒരു 1.5 മാസം കഴിയുമ്പോഴത്തിന് ഗുണം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ നിങ്ങൾ പോലും അറിയാതായിരിക്കും ഇതെല്ലാ ദിവസം ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ഗുഡ് ബൈ.